ഞാൻ ഈ ബാഗ് തൂക്കി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് ചകിരിച്ചോറ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ച് ചകിരിച്ചോറ് വാങ്ങിക്കാൻ പോവാണ്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ചെടികൾ നടാൻ വേണ്ടി ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ കുറച്ച് മണ്ണ് റെഡിയാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞെത്തി, അതുകൊണ്ട് അതിനുള്ള പരിപാടിയിലാണ്. മഴ പെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് മണ്ണ് വെട്ടാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ചുറ്റും പുല്ലായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പാമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം സമയമൊന്നും അവിടെ നിന്നില്ല, വേഗം കുറച്ച് മണ്ണെടുത്തു. ഇത് 1 ഇയർ ബാക്ക് നമ്മൾ കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ച ശീമച്ചക്കയുടെ ചെടിയാണ്. മറ്റത് കമ്പിളി നാരങ്ങയാണ്, ചിലയിടത്ത് അതിനെ ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അത് കുറച്ച് ചെടികളുടെയൊക്കെ ഇടയിലായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടില്ല. നമ്മുടെ ശീമച്ചക്കയുടേത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റേഷ്യോ ഇട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. പക്ഷേ എനിക്ക് അധികം അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് റേഷ്യോ ഒന്നുമില്ല. മണ്ണ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് തയ്യാറാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ 1 ബക്കറ്റ് മണ്ണിന് 2 ബക്കറ്റ് ചകിരിച്ചോറ് അല്ലെങ്കിൽ കൊക്കോപീറ്റ് എന്ന് പറയും, പിന്നെ കുറേ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഉണ്ടായിട്ടില്ല. ഫൈനലി നമ്മുടെ മിക്സ് ഇതാണ്. ഈ ചെടിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം ഒരു 2 വർഷമായിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലിരിക്കുന്നതാണ്. പപ്പ ഏതോ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അന്ന് കൊണ്ടുവന്ന അതേ ചെറിയൊരു ബക്കറ്റിലാണ് അതിരിക്കുന്നത്. അന്ന് കൊണ്ടുവന്നപ്പം ഒരു ചെറിയൊരു ചെടിയായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് വലുതായിട്ടുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അതിനകത്ത് നിന്ന് ഇളക്കിയെടുത്തത്. വെള്ളമൊക്കെ നനച്ച് കുതിർത്തിട്ടൊക്കെയാണ് ഇളക്കിയെടുത്തത്. അത് ഫുൾ ഇങ്ങനെ വേര് കൊണ്ട് നിറഞ്ഞ് ഇളക്കിയെടുക്കാൻ പറ്റാത്ത പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് നടാം. അത് നടാനായിട്ട് കുറച്ച് പോട്ടിംഗ് മിക്സേ ആവശ്യം വന്നിട്ടുള്ളൂ. ബാക്കി നമുക്കൊരു ഗ്രോ ബാഗിലോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ നട്ട ചെടിയുടെ അവസ്ഥ. നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.